ഒടുവിൽ ഞാനും എൻ്റെ ലണ്ടൻ ടവറും ഇവിടെയുണ്ട്. വരൂ, നമുക്ക് ഈ മനോഹരമായ കാഴ്ച കാണാം. ട്രിപ്പിൻ്റെ ആ ഒരു ക്ഷീണമൊക്കെ അവസാനിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ലണ്ടൻ ബ്രിഡ്ജ് അഥവാ ടവർ ബ്രിഡ്ജ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ്. സോ ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ സുഹൃത്തായ ബിൽഗച്ചേട്ടനും അദ്ദേഹത്തിൻ്റെ വൈഫ് ഗ്ലാഡിറ്റും ഉണ്ട്. അപ്പം ഇന്ന് എല്ലാവരും കൂടെ കൂട്ടി ഇവരാരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അതായത് ഗ്ലാഡിറ്റ് ചേച്ചി ടവർ ബ്രിഡ്ജ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളെന്തായാലും ഒരു വ്ലോഗ് എടുക്കാം, നിങ്ങളെ എല്ലാവരും ഇതൊന്ന് കാണിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബിൽഗച്ചേട്ടനാണ് പറഞ്ഞത് എന്നാൽ പിന്നെ അവരും കൂടെ വരുന്നു എന്ന്. സോ അങ്ങനെ ഞങ്ങളെന്നാൽ തീരുമാനിച്ചു ടവർ ബ്രിഡ്ജ് ഒന്ന് കണ്ടേക്കാം. കാരണം ലണ്ടൻ വന്നു കഴിഞ്ഞാൽ ടവർ ബ്രിഡ്ജ് കാണുന്നത് നിർബന്ധമാണല്ലോ. ഞങ്ങളൊരു 10-20 പ്രാവശ്യത്തോളം ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 1.5-2 മണിക്കൂർ ദൂരമാണ്, 1.5 മണിക്കൂർ ദൂരത്തിലേ ഉള്ളൂ. സോ ഞങ്ങളിവിടെ നോർമലായിട്ട് വന്നിട്ടുണ്ട്. ഇച്ചാപ്പി ആദ്യമായിട്ടാണ് ടവർ ബ്രിഡ്ജ് കാണാൻ പോകുന്നത്. സോ അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. സോ ഞങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് ടവർ ബ്രിഡ്ജിന് തൊട്ടടുത്ത് തന്നെയാണ്. ഒരു 15 മിനിറ്റ് അവിടെ നിന്ന് നടക്കണം. സോ പാർക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലണ്ടനകത്ത് പാർക്കിങ് പലയിടത്തും നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഈ ട്യൂബേൽ കയറി, അതായത് നമ്മുടെ മെട്രോ പോലെ തന്നെ ലണ്ടനിലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടിന് പറയുന്നത് ട്യൂബ് എന്നാണ് പറയുന്നത്. അണ്ടർഗ്രൗണ്ടൊക്കെ ഓടുന്ന സാധനമാണ്. അതിൽ മെനക്കേടാണ്. വന്നു കഴിഞ്ഞാൽ നമ്മൾ 3-4 ട്യൂബ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കയറണം. നമുക്ക് ആകെ മൊത്തം കൺഫ്യൂഷനാവും, പിന്നെ തിരക്കും. അപ്പോൾ അതിൽ നല്ല ഞാൻ നോക്കിയിട്ട് ആ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും നല്ലൊരു പാർക്കിംഗ് കിട്ടും. അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സേഫായിട്ട് വണ്ടി അവിടെ കിടന്നോളും. പിന്നെ നമുക്കപ്പം സമാധാനത്തോടെ നടന്ന് സ്ഥലങ്ങളെല്ലാം കാണുകയൊക്കെ ചെയ്യാം. സോ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പോകുന്ന വഴി. സോ നടന്ന് മനുഷ്യൻ്റെ കാലിൻ്റെ ചെരുപ്പ് തേഞ്ഞു. നടക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. സ്വർഗത്തിലേക്കുള്ള വഴി കല്ലുമുള്ളും നിറഞ്ഞാണെന്ന് ആരോ പറഞ്ഞിട്ടുണ്ടല്ലോ, അതാണ്. അപ്പോൾ എന്തായാലും കുറച്ച് നിങ്ങൾ നടക്കുന്നതൊക്കെ ഒന്ന് കണ്ടിട്ട് വാ.
സോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നോക്കിയാൽ തന്നെ ഒരു ഡോൾഫിൻ്റെ മുകളിൽ നിന്ന് ഒരു ചേട്ടൻ വെള്ളം ചീറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ നടന്ന് നമ്മുടെ ടവർ ബ്രിഡ്ജിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ സമ്മർ സീസൺ ആയത് കാരണം ഫുള്ള് കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ആക്റ്റീവാണ്. നല്ല തിരക്കാണ്. അതിൻ്റെ കൂടെ ഒരു രക്ഷയില്ല. പാട്ടും ഡാൻസും ബഹളവും കാര്യങ്ങളും എല്ലാം ആണ്. ഭയങ്കര ക്രൗഡഡാണ്, അതാണ് പറയേണ്ടത്. അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള വാക്ക്. സോ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് നടപ്പെന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം നല്ലൊരു മടിപ്പാണ് ശരിക്കും പറഞ്ഞാൽ. അത് ഈ നട്ടുച്ച നേരത്ത് വരിക എന്ന് പറഞ്ഞത് ഇത് വളരെ മികച്ചൊരു തീരുമാനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഞാനാണെന്ന് പറയില്ല. കാരണം ബോറായിപ്പോയി, ചൂട് ഭയങ്കരമായിരുന്നു. പിന്നെ പല രാജ്യക്കാർ, പല സംസ്കാരം, വേഷവിധാനങ്ങൾ എല്ലാം കാണാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഏത് സൈസ് വേണേലും ഉണ്ട്. എൻ്റെ പൊന്നെ, നടന്ന് അവസാനം ഒരു കൊട്ടാരത്തിനടുത്തെത്തി. കൊട്ടാരത്തിൻ്റെ കാഴ്ചകൾ ബാക്കി കാണാം. അങ്ങനെ പടവുകൾ കയറി സുഹൃത്തുക്കളെ ഇതാ എത്തിപ്പെട്ടിരിക്കുകയാണ് ഏറ്റവും ഫേമസ് ആയ ലണ്ടനിലെ ടവർ ബ്രിഡ്ജ്. ഇത് ഉണ്ടാക്കിയതും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം പറയുന്നില്ല, കാരണം പറഞ്ഞ് വെറുതെ ബോറാക്കുന്നില്ല. കുറച്ചൊക്കെ ഞാൻ സൂം ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്, അത്യാവശ്യമുള്ളവർക്ക് വായിച്ച് നോക്കാം. എന്തായാലും വളരെ നല്ലൊരു ചരിത്ര അവശേഷിപ്പ് തന്നെയാണിത്. ഇത് പണിഞ്ഞു വെച്ചവൻ്റെ തല സമ്മതിക്കണം, ഒരു രക്ഷയില്ല. ഇപ്പോഴാണ് ഏറ്റവും തിരക്ക്. ആ കിടക്കുന്നത് പഴയ ഒരു യുദ്ധക്കപ്പലാണ്. ഇംഗ്ലണ്ടിന് വേണ്ടി യുദ്ധങ്ങളൊക്കെ ചെയ്ത് തളർന്ന് കിടക്കുകയാണ്. അളിയൻ അവസാനം ഇപ്പോൾ കരയ്ക്കായി. അപ്പോൾ അളിയന് വിനോദസഞ്ചാര സംഭവമാണ്. അളിയൻ്റെ അകത്ത് കയറി എല്ലാവർക്കും കാണുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്തായാലും ലണ്ടനിൽ വരുന്ന, അതായത് ഇംഗ്ലണ്ടിലോ UK വരുന്ന മോസ്റ്റ് ഓഫ് ആൾക്കാരും ശരിക്കും പറഞ്ഞാൽ ആദ്യം വരാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലം ടവർ ബ്രിഡ്ജാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞങ്ങൾ വന്നിറങ്ങിയപ്പോഴും ഫസ്റ്റ് ദിവസം ഞങ്ങളുടെ സുഹൃത്തും വഴികാട്ടിയുമായ ജെയിംസ് സോളമൻ ഞങ്ങളെ കൊണ്ടുവന്നത് ഇവിടെയാണ്. ഞങ്ങളിവിടെ നിന്ന് അന്നത്തെ സമയത്ത് ഒരു പാട്ടൊക്കെ പാടിയായിരുന്നു. അതിന് ഏതിലൊരു വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്താം. എന്തായാലും ടവർ ബ്രിഡ്ജ് നല്ല രസമാണ് കാണാൻ. ഭയങ്കര തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്ക്, ഒരു രക്ഷയില്ല. അതായത് ഒരു നടുക്കൂടെ വണ്ടികൾ പോകുന്നു, അതിൻ്റെ ഇടയ്ക്കൂടെ കുത്തിക്കയറ്റി സൈക്കിൾ പോകുന്നു, അതിൻ്റെ ഇടയ്ക്കൂടെ ആൾക്കാർ, ഫോട്ടോ, ബഹളം, ഒന്നും പറയണ്ട. അപ്പോൾ ഇതിൻ്റെ മെക്കാനിസം മുകളിൽ കണ്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ ടവർ ബ്രിഡ്ജ് പോകാൻ ഉദ്ദേശിച്ചത് തന്നെ ഇതിനകത്തൊരു നമ്മുടെ കൊഹിനൂർ രത്നം ഇരിക്കുന്നത് ഇതിനകത്താണെന്ന് അറിഞ്ഞു. അപ്പോൾ അതൊന്ന് കണ്ടേക്കാമെന്ന് കരുതിയാണ് ശരിക്കും പറഞ്ഞാൽ പോയത്. പക്ഷേ
അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും 5 മണി കഴിഞ്ഞു. ലാസ്റ്റ് എൻട്രി എങ്ങാണ്ട് അവന്മാർ 5 മണിക്കോ അങ്ങനെ കണ്ടേ കയറ്റത്തുള്ളൂ. അത് കാരണം ഞങ്ങൾ നിരാശരായി താഴെ നിന്നു കണ്ടു. അപ്പം ഇതിൻ്റെ മുകളിലാണ് കോഹിനൂർ രത്നമൊക്കെ ഉള്ളത്. അപ്പോൾ അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്കറൗണ്ട് ടൂറൊക്കെ ഉണ്ട്. അപ്പോൾ അത് പോകാം. അതിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെയാണ് കുറച്ചും കൂടി ഞാൻ കാണിച്ചത് വീഡിയോയിൽ. പിന്നെ അതുകൂടാതെ ഈ തേംസ് നദിയിൽ കൂടെ ഒരു യാത്രയുണ്ട്. അതിനും ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫ്രീ ഒന്നുമല്ല. അപ്പം ഇത് ശരിക്കും ഞങ്ങളിപ്പോൾ കറക്റ്റ് ഇപ്പോൾ ഈ നടന്നു വന്നു. ഇപ്പോൾ പുള്ളിക്കാരി പുറകിലോട്ട് വന്നില്ലേ, ഈ സ്പോട്ടാണ് രണ്ടായിട്ട് പൊങ്ങുന്നത്. അതായത് വലിയ വലിയ കപ്പലുകൾ വരുമ്പം ഈ പാലം 2 സൈഡിലോട്ട് പൊങ്ങും. അപ്പം അതാണ് ഇതിൻ്റെ മെക്കാനിസം. അപ്പോൾ എത്ര വർഷം മുന്നേ ഉണ്ടാക്കിയ സാധനമാണെന്ന് ആലോചിച്ചോണം. അന്നത്തെ അമ്മറ തലേ ഭയങ്കരം തന്നെ. നമ്മുടെ നാട്ടിലെ ബാബു മേശ്ശേരി വല്ലതും ഉണ്ടാക്കിയിരുന്നെന്നുണ്ടെങ്കിൽ കഴിഞ്ഞേനെ. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കേട്ടോ, ടവർ ബ്രിഡ്ജ് വലിയ വൃത്തിയൊന്നുമില്ല. മൊത്തം പ്ലാസ്റ്റിക്കും അതും ഇതും കാര്യങ്ങളും കുപ്പിയും വേസ്റ്റും ഒക്കെയാണ്. ഇതൊന്നും നോക്കാൻ ഇവിടെ ആരും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. ഏകദേശം നമ്മുടെ സെയിം സെറ്റപ്പ് തന്നെ. ഇവിടെ ഇത്രയും തിരക്കുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അവരിത് ശരിയാക്കേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയൊരു ടൂറിസ്റ്റ് പ്ലേസിൽ കുറഞ്ഞത് ആരെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നിർത്തിയൊന്ന് ക്ലീൻ ചെയ്യിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. പിന്നെ ആൾക്കാർക്ക് എല്ലാവർക്കും ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ്. ടവർ ബ്രിഡ്ജിൻ്റെ ഫ്രണ്ട് ചെയ്യുന്നതുകൊണ്ട് ടവർ ബ്രിഡ്ജ് എന്നെഴുതിയത് ഫോട്ടോ എടുക്കാൻ എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ്. സോ അങ്ങനെ ഞങ്ങൾ ടവർ ബ്രിഡ്ജൊക്കെ മതിവരുവോളം കണ്ടു. ഞങ്ങളല്ല, കൂടെ വന്നവർ. ഞങ്ങൾ ഇഷ്ടംപോലെ പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. ഇതിനകത്ത് ഏറ്റവും രസം എന്നാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മമ്മിയെ കൊണ്ട് വന്ന സമയത്ത് ടവർ ബ്രിഡ്ജ് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. മമ്മി പകുതി വഴിയപ്പോൾ മമ്മീനോട് പറയാം, മോനെ മമ്മി ഇവിടെ ഇരിക്കാം, മോൻ പോയി കണ്ടിട്ട് വരാൻ, എങ്ങനെയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ വന്ന് കണ്ടൊരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അപ്ലോഡ് ചെയ്യണം, ഞാനിവിടെ എത്തിയെന്ന് അറിയിക്കണം എന്നുള്ളവരൊക്കെ ആയിരിക്കണം കൂടുതലും ഇവിടെ വരുന്നത്. പിന്നെ രണ്ടാമത് ഇത് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചരിത്ര പ്രസിദ്ധമായൊരു കാര്യമായതുകൊണ്ടും ആൾക്കാർ വരുന്നുണ്ട്. അവിടെ ഒരു സ്ട്രീറ്റുണ്ട്, ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. കാരണം ഓൾറെഡി ഞങ്ങൾ ലേറ്റായി. ഇപ്പോഴത്തെ സമയം നോക്കുകയാണെങ്കിൽ എത്ര സമയമായി കാണും, വൈകിട്ട് 6 മണിയാണ് സമയം. പക്ഷേ ആ വെയിൽ കണ്ടില്ലേ, നമ്മുടെ നാട്ടിലെ ഉച്ചയ്ക്ക് 1 മണിയുടെ വെയിലാണ്. സോ ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ഞങ്ങൾ വന്നത് ഈ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് ഞങ്ങൾ വന്നത്. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളിങ്ങനെ നടന്ന് ഇവിടെ അപ്പുറത്ത് കുറച്ച് കാഴ്ചകളുണ്ട്, അതും കൂടെ ഒക്കെ ഒന്ന് കാണാം എന്ന് കരുതി ഇങ്ങനെ ഇറങ്ങിയതാണ്. സോ ഇഷ്ടം പോലെ ടൂറിസ്റ്റാണ്, ഇഷ്ടം പോലെ. ഇത് വൈകിട്ടാകുമ്പോഴത്തേക്കും കൂടും. അതായത് ഇവിടെ നിൽക്കാൻ കാല് കുത്താൻ സ്ഥലമില്ലാത്ത രീതിയിലാവും. ഈ കിടക്കുന്നവരാരും അഭയാർത്ഥികളല്ല, വെയിൽ കാഞ്ഞ് കിടക്കുന്നവരും വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടി വന്ന് കിടക്കുന്നവരൊക്കെയാണ്. പ്രത്യേകിച്ച് തൊഴിലൊന്നുമില്ല എന്ന് ഞാൻ കരുതുന്നു. പിന്നെ അവിടെ എവിടെയെല്ലാം പിള്ളേരൊക്കെ പോകുന്നുണ്ട് ഇല്ലേ, ഇഷ്ടം പോലെ പിള്ളേരാണ്. ഫുള്ള് കണ്ടൊക്കെ ചൈനീസ് പിള്ളേരാണ്. എനിക്കൊന്ന് ടൂർ വന്നാന്ന് തോന്നുന്നു. അതുവഴി എങ്ങാണ്ട് പോകുന്ന വിമാനത്തെ ടാറ്റ കാണിക്കുകയാണ്. പിള്ളേരുടെ ഓരോരോ ലീലാവിലാസങ്ങളെ. ഇവിടെ നിന്നാണ് നമുക്ക് ടവർ ബ്രിഡ്ജ് നല്ല രീതിയിൽ കാണാം. ഞങ്ങൾ ഫസ്റ്റ് വന്നപ്പോഴും ഇവിടെ നിന്നാണ് ഫോട്ടോ ഒക്കെ എടുത്തത്. സോ നമ്മൾ ട്രെയിൻ വരുവാണെന്നുണ്ടെങ്കിൽ ടവർ ബ്രിഡ്ജ് സ്റ്റേഷനിൽ വരണം. ശരിക്കും ഇപ്പം ഞങ്ങൾ പോകുന്നത് ലണ്ടൻ ബ്രിഡ്ജ് കാണാനാണ്. അതായത് എല്ലാവരും ഇതാണ് ലണ്ടൻ ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. ശരിക്കും ഇതല്ല ലണ്ടൻ ബ്രിഡ്ജ്, ഇത് ടവർ ബ്രിഡ്ജാണ്. ഞങ്ങളിപ്പോൾ പോകുന്നത് ലണ്ടൻ ബ്രിഡ്ജ് കാണാനാണ്. അപ്പോൾ ആ വഴിയെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടിരിക്കുക കേട്ടോ. നല്ല കല്ലുകളൊക്കെ വിരിച്ച് എപ്പോഴും നല്ല ആൾക്കാർ വന്ന് വൃത്തിയാക്കുന്നൊക്കെ ഉണ്ട്. ഇവിടെയും ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ്. അമ്പരചുംബികളായ ബിൽഡിങ്ങുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതൊക്കെ എന്താണെന്നറിയില്ല, എനിക്കൊന്ന് ഹോട്ടലുകളാണെന്ന് തോന്നുന്നു. കുറച്ചും കൂടി ചെല്ലുമ്പോഴത്തേക്കും ഞാൻ നോക്കിയാണ് ഇടത്ത സൈഡിലെ ബിൽഡിങ്ങിനകത്ത് അപ്പച്ചനും അമ്മച്ചിരുന്ന് കഴിക്കുന്നുണ്ട്. അങ്ങനെയാണത് ഹോട്ടലാണെന്ന് മനസ്സിലാക്കിയത്. പ്രത്യേകിച്ച് വെളി നമ്മുടെ നാട്ടിലെ പോലെ ബോർഡൊന്നും ഇല്ലാത്തത് കൊണ്ട് ശോകമാണ്. പിന്നെ നമ്മളാരും ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും കയറിയിരുന്ന് കഴിക്കാറില്ല, താല്പര്യമില്ലാത്തതുകൊണ്ട്, വേറൊന്നുമല്ല. അപ്പം അങ്ങനെ പയ്യെ മുമ്പോട്ട് നടന്നു വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ആ സാധനം. ഇനി വീണ്ടും 2 സൈഡിലും, അതായത് ഈ തേംസ് നദിയുടെ 2 സൈഡിലും ഫുള്ള് ബിൽഡിങ്ങുകളാണ്. പണ്ട് ഇത്രയും ബിൽഡിങ്ങുകളില്ലായിരുന്നു എന്നാണ് ചരിത്രം നോക്കിയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ആൾക്കാർ കൂടുന്നതും ഫെസിലിറ്റി കൂടുന്നതും അനുസരിച്ച് ലവന്മാർ പണിഞ്ഞ് കയറ്റിയിരിക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ വയസ്സായ പടക്കപ്പൽ പുള്ളി അവിടെ എനിക്കൊന്ന് ഫിക്സാക്കി വെച്ചിരിക്കുക ഒഴുകി പോയിരിക്കാൻ വേണ്ടി. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബെൽഫാസ്റ്റിലെ എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ തട്ടുകടകൾ ഇഷ്ടം പോലെ ഇവിടെയുണ്ട്. പേരുകളും കടയിൽ ഇച്ചിരി സ്റ്റാൻഡേർഡാണെന്നേ ഉള്ളൂ. ഫുഡൊക്കെ ഏകദേശം സെയിം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യൻ കടയൊക്കെയാണ്, കണ്ടില്ലേ, ലിറ്റിൽ ഇന്ത്യ. ഞാൻ കഴിച്ചൊന്നുമില്ല അവിടെ നിന്നും. കഴിക്കുന്നവർ കാണും. നമുക്ക് നമ്മുടെ നാടൻ ഫുഡ് കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ ഉള്ളൂ, അല്ലാതെ എന്ത് ഫുഡ്. സോ
സോ ഇതിനകത്ത് കയറാനും ഒരു പാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് കയറി ചരിത്ര പ്രസിദ്ധമായ ആ ഒരു ഷിപ്പിനകത്തെ കാര്യങ്ങളും അവരുടെ വാർഫ്രണ്ട് സാധനങ്ങളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെ കാണാനുണ്ട്, എത്ര നേരമുണ്ട്, എത്ര രൂപയാണ്, എല്ലാം വ്യക്തമായിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെയിലത്ത് അതിനകത്ത് പോയി ഇനി പഴുക്കാനും കൂടെ താല്പര്യമില്ലാത്തതുകൊണ്ട് പോയില്ല. പിന്നെ വലിയ ഇൻട്രസ്റ്റും ഇല്ല. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ നടത്തങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് വീണ്ടും. സോ അത്യാവശ്യം നടക്കാനുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ബോറടിക്കത്തില്ല. കാരണം അതുവഴി ഇതുവഴി എല്ലാ ആൾക്കാർ പോവുകയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടി വന്നു കഴിഞ്ഞാൽ മലയാളിയും ബംഗാളിയല്ലേ കാണാൻ പറ്റത്തുള്ളൂ. ഇവിടെ അങ്ങനെ അല്ലല്ലോ. ഇവിടെ വിഭിന്നരായ പല മുഖങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ്. ഞങ്ങൾ പോകുന്ന ലണ്ടൻ ബ്രിഡ്ജിലാണ്. അതാണ് മാപ്പ് നോക്കിയത്. പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, നമ്മൾ നേരത്തെ പോയിട്ടുള്ളതുകൊണ്ട്. സോ ഇതൊരു പബ്ബാണ്. ഇത് ഈ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ മീൻസ് ടവർ ബ്രിഡ്ജിൻ്റെയും ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ഇടയ്ക്കിരിക്കുന്ന ഒരു പബ്ബാണ്. അണ്ണന്മാർ വെള്ളം അടിക്കാൻ, അതായത് ഉച്ച സമയമാണെങ്കിലും വൈകിട്ട് സമയമാണെങ്കിലും ചിൽഡ് ബിയറൊക്കെ അടിച്ച് അണ്ണന്മാർ ഇവിടെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവന്മാർക്ക്. നമ്മളെപ്പോലെ നിപ്പനടിച്ച് പോകുന്ന ടീംസൊന്നും അല്ല ഇവർ. ഉണ്ടല്ലോ, ഒരു ഗ്ലാസ്സുമായിട്ടൊക്കെ ബാഗൊക്കെ ആയിട്ട് ഇരിക്കാൻ സ്ഥലമില്ലെങ്കിലും വെളിയിൽ നിന്ന് അടിക്കുക. മനസ്സിലായോ? നമ്മുടെ നാട്ടിലൊക്കെയാണ് തൂട്ടും പുറത്തും ഇപ്പോൾ കണ്ടത്തിൻ്റെ സൈഡിലും അല്ലെ മതിലിൻ്റെ പുറകിലൊന്നും ആരും കാണാതെ ഇരുന്ന് അടിക്കേണ്ട അവസ്ഥ ഇവിടെയൊക്കെ കണ്ടില്ലേ. ആവശ്യത്തിന് ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, അവരത് മിസ്യൂസ് ചെയ്യത്തുമില്ല. ഇതിവിടുത്തെ ഒരു മാർക്കറ്റാണ്. ഇത് ഞാൻ കാണിക്കാം. ഞങ്ങളിപ്പോൾ ആദ്യം അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് കാണിക്കാം. സോ നമ്മുടെ നാട്ടിലെ പോലെ വ്യത്യാസം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊന്നും അനുവദിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അനുവദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ്റിന് അറിയാം പിറ്റേ ദിവസം എല്ലാം റോഡിലായിരിക്കുന്നു. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ മിണ്ടാതിരുന്ന് എൻജോയ് ചെയ്ത് അടിച്ചിട്ട് മിണ്ടാതിരുന്നിട്ട് വീട്ടിൽ പോകും. ഞാൻ ഇന്നേവരെ ഒരു ഇംഗ്ലീഷുകാരൻ വാൾ വെച്ച് ഈ സൈഡിലങ്ങ് കിടക്കുന്നത് കണ്ടിട്ടില്ല. അതേസമയം നമ്മുടെ നാട്ടിലെ ബാറൊക്കെ ആണെങ്കിൽ എന്നും കാണും ഒരുത്തം വെളിയിൽ. കൂട്ടുകാർ പറഞ്ഞ അറിവാണ്, എനിക്കറിയത്തില്ല, ഞാൻ ബാറിലൊന്നും പോയിട്ടില്ല. സോ ഇതാണ് നമ്മുടെ മറ്റേ ഞാൻ പറഞ്ഞ ബോട്ടിങ്, തേംസ് നദിയിലൂടെയുള്ള ബോട്ടിങ്. സോ ഇതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നതിനകത്ത് ആർക്കും മടിപ്പ് തോന്നരുത്. കാരണം ഇതൊന്നും പരിചയമില്ലാത്ത കാര്യമാണ്. ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ സംസാരിച്ച് പോകുന്നത്. പിന്നെ ഇതിനകത്ത് തെറ്റുകുറ്റങ്ങൾ വരും. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. സോ ആ കാണുന്നതാണ് സുഹൃത്തുക്കളെ പ്രശസ്തമായ ലണ്ടൻ ബ്രിഡ്ജ്. നമ്മുടെ കൂട്ടത്തിലുള്ള പല ആൾക്കാർക്കും അറിയില്ല, എനിക്കും അറിയില്ലായിരുന്നു. ഞാനും ആദ്യം ലണ്ടൻ ബ്രിഡ്ജ് ടവർ ബ്രിഡ്ജാണെന്ന് കരുതിയിരിക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് ബുദ്ധിയും വിവരമുള്ളവർ പറഞ്ഞു തന്നപ്പോഴാണ് മനസ്സിലായത് ഇതാണ് ലണ്ടൻ ബ്രിഡ്ജ്, മറ്റേ കാണുന്നത് ടവർ ബ്രിഡ്ജാണ് എന്നുള്ള കാര്യം. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ ഒരു പാലം. ആകെയുള്ളൊരു വ്യത്യാസം, ഇതിനകത്ത് അനീതിയും അഴിമതിയും ഒന്നും കാണിക്കാതാണ് അവർ പണിതിരിക്കുന്നത്. അതുകൊണ്ട് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നു. നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ എമ്പുണ്ടെങ്കിൽ ഇത് വെള്ളത്തിൽ പോകുന്ന സമയം കഴിഞ്ഞിരുന്നു. ആകെയുള്ളൊരു വ്യത്യാസം അത് മാത്രമേ ഉള്ളൂ. സോ അങ്ങനെ ലണ്ടൻ ബ്രിഡ്ജ് കണ്ടതിൻ്റെ സന്തോഷത്തിൽ അന്നമ്മയും ലാഡിറ്റേച്ചിയും ഇച്ചാപ്പിയും എല്ലാവരും ഇരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ഒന്ന് ഫ്രഷായി. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മാർക്കറ്റാണിത്. സോറി, ഇവിടെ വന്നപ്പോഴേക്കും എൻ്റെ ക്യാമറ ഒന്ന് തിരിഞ്ഞു പോയി. ഇതൊരു പഴയ ഷിപ്പിൻ്റെ മോഡലാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ചുമ്മാ ഇത് നമ്മുടെ നാട്ടിലൊക്കെയാണ്. സോ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ലണ്ടൻ ട്രിപ്പ്. വളരെ ചെറിയ വ്ളോഗായിരുന്നു. തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സോറി ഗൈസ്, ഞാൻ ബൈയൊക്കെ പറഞ്ഞ് പോയതാണ്. അപ്പോഴാണ് എൻ്റെ ധർമ്മപത്നി ഈ വീഡിയോയുമായിട്ട് സഞ്ചരിക്കുന്ന കാറിൽ സൺറൂഫ് വഴി ക്യാമറ മുകളിലേക്കിട്ട് ടവർ ബ്രിഡ്ജിൻ്റെ ഒരു വിമാസ്മരികമായ വീഡിയോ പകർത്തിയത്. അപ്പോൾ ഈ വീഡിയോ ഇട്ടില്ലെങ്കിൽ ഇന്നെനിക്ക് ചോറ് തരില്ല എന്നും കൊടിയ മർദ്ദനത്തിനും പീഡനത്തിനും ഞാൻ ഇരയാകുമെന്നും ഭയന്നാണ് ഞാൻ ഈ വീഡിയോയും കൂടെ ആഡ് ചെയ്യുന്നത്. ഇപ്പം ഈ വീഡിയോ ആഡ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചതല്ലായിരുന്നു. സത്യം പറഞ്ഞ ഈ വീഡിയോ എൻ്റെ കയ്യിലില്ലായിരുന്നു. ഇപ്പോഴാണ് എൻ്റെ വൈഫ് ഇത് കൊണ്ട് തന്നത്. അപ്പം അന്നമ്മ പറഞ്ഞു ഈ വീഡിയോ ആഡ് ചെയ്തില്ലെങ്കിൽ ഈ മേൽപ്പറഞ്ഞ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞതിൻ്റെ ബലത്തിൽ മാത്രമാണ് ഞാനിതിടുന്നത്. അപ്പം ഇതാണ് ടവർ ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ, അല്ലെങ്കിൽ ടവർ ബ്രിഡ്ജിനുള്ളിലൂടെ വണ്ടി ഓടിക്കുന്നൊരു കാഴ്ച. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.